കോഴിക്കോട് പുനൂർ പുഴ കരകവിഞ്ഞ് സ്കൂൾ കെട്ടിടം വെള്ളക്കെട്ടിലായി. ചെലവൂർ ഗവൺമെന്റ് LP സ്കൂളിലാണ് വെള്ളം കയറിയത്. ശുചീകരിക്കാതെ സ്കൂൾ തുറന്ന് പ്രവർത്തിക്കാനാവില്ല. സിനോജ് തോമസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സിനോജ്, ആ സ്കൂളിന്റെ അവസ്ഥ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ അടുത്ത ദിവസങ്ങളിലൊന്നും അവിടെ വിദ്യാലയത്തിൽ കുട്ടികൾക്ക് വരാൻ കഴിയാത്ത സാഹചര്യമാണ്. ഇനി വെള്ളം ഇറങ്ങിയാൽ തന്നെ ആ സ്കൂളൊന്ന് വൃത്തിയാക്കി എടുക്കുക എന്ന് പറയുന്നത് ഏറെ ശ്രമകരമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും റോഷ്നി, അതായത് ദേശീയപാതയോരത്ത് പൂനൂർ പുഴയോട് ചേർന്നാണ് ചെലവൂർ ഗവൺമെൻറ് LP സ്കൂളുള്ളത്. ഇതാണ് നിലവിലെ സ്കൂളിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഇന്നലെ പകലും കഴിഞ്ഞ രാത്രിയും പെയ്ത മഴ കൊണ്ടാണ് ഇത്തരത്തിൽ വലിയ വെള്ളക്കെട്ട് ഈ സ്കൂളിൻ്റെ മുറ്റത്ത് ഉണ്ടായിരിക്കുന്നത്. ഇത് സാധാരണ മഴക്കാലത്തൊക്കെ തന്നെ ഇതേപോലെ വെള്ളക്കെട്ട് ഉണ്ടാകുന്നതാണ്. ഇതിനു മുൻപ് 2018 പ്രളയത്തിലൊക്കെ തന്നെ വലിയ രീതിയിൽ വെള്ളം നിറഞ്ഞ ഒരു സ്ഥലം കൂടിയാണ്. ഏതായാലും ഉച്ചയ്ക്ക് ശേഷം കോഴിക്കോട് വലിയ രീതിയിലുള്ള മഴയില്ല. ഉച്ചയ്ക്ക് ശേഷം കോഴിക്കോട് നഗരത്തിലേക്ക് മഴ പെയ്തിട്ടേയില്ല. പക്ഷേ പൂനൂർ പുഴ എന്ന് പറയുന്നത് വയനാടൻ മലനിരകളിൽ ഉൾപ്പെടെ കട്ടിപ്പാറ പ്രദേശത്തൊക്കെ തന്നെ ബാലുശ്ശേരി ഭാഗത്ത്, താമരശ്ശേരി ഭാഗത്തൊക്കെ തന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ പൂനൂർ പുഴയിലൂടെയാണ് വെള്ളം കട്ടിപ്പാറ മേഖലയിൽ നിന്നൊക്കെ തന്നെ ഒഴുകി വരുന്നത്. ഈ പുഴയിലേക്കാണ്. ഈ പുഴയിൽ വലിയ രീതിയിൽ കരകവിഞ്ഞൊഴുകിയാണ്. ഈ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെ അങ്ങനെയാണ് ഈ വെള്ളത്തിനടിയിലായിരിക്കുന്നത്. ഈ ചെലവൂർ പ്രദേശത്ത് ഈ സ്കൂളിൻ്റെ നേർ എതിർവശത്ത് തന്നെ ചെലവൂർ ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടും പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. മൂഴിക്കൽ ടൗണിലും വെള്ളം കയറിയ അവസ്ഥയിലാണ്. കടകളിലൊക്കെ തന്നെ വെള്ളം കയറിയിരുന്നു. സമീപത്തെ സ്ഥാപനങ്ങളൊക്കെ തന്നെ വെള്ളത്തിലാണ് ഉള്ളത്. ഈ ദൃശ്യങ്ങൾ നോക്കിയാൽ തന്നെ കാണാം. ആ തെങ്ങിൻ്റെ ഉയരം നോക്കിയാൽ കാണാം. തെങ്ങിൻ്റെ പകുതിയോളമാണ് വെള്ളം നിറഞ്ഞു നിൽക്കുന്നത്. അതായത് ചില സ്ഥലത്ത് വലിയ രീതിയിൽ താഴ്ന്ന പ്രദേശമാകുമ്പോൾ വലിയ രീതിയിൽ തന്നെ ഒരാൾ ഉയരത്തിൽ തന്നെ വെള്ളം കയറി കിടക്കുന്ന അവസ്ഥയാണുള്ളത്. നേരത്തെ റോഷ്നി പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് ജില്ലയിൽ, നാളെ യെല്ലോ അലർട്ടാണ്. പക്ഷേ യെല്ലോ അലർട്ടാകുമ്പോൾ മഴയുടെ ശക്തി കുറയും. പക്ഷേ ഈ വെള്ളക്കെട്ട് ഒഴിവാകാതെ ഈ സ്കൂളിന് പ്രവർത്തിച്ച് തുടങ്ങാൻ വേണ്ടി സാധിക്കുകയില്ല. കാരണം ഈ വെള്ളം മുഴുവൻ പൂനൂർ പുഴ വഴി അറബിക്കടലിലേക്ക് പോകണം. അത് വേലി ഏറ്റത്തിന് സമയമാണെങ്കിൽ വെള്ളത്തിൻ്റെ ഒഴുക്ക് വേഗത്തിലുണ്ടാവില്ല. വേലി ഇറക്കത്തിന് സമയത്ത് മാത്രം വെള്ളം കൂടുതലായിട്ട് ഇറങ്ങിപ്പോയുള്ളൂ. മഴ മാറി നിൽക്കുകയും വേണം. ഒപ്പം തന്നെ വേഗത്തിൽ വെള്ളം അറബിക്കടലിലേക്ക് പോവുകയും ചെയ്യണം. അങ്ങനെ വെള്ളം പൂർണ്ണമായി ഇറങ്ങിയ ശേഷം മാത്രമേ ഈ സ്കൂളിൽ കയറി ഇവിടെയുള്ള പൊതുപ്രവർത്തകർക്ക്, നാട്ടുകാർക്ക്, PT ക്കൊക്കെ തന്നെ സ്കൂള് വൃത്തിയാക്കാൻ കഴിയുള്ളൂ. കാരണം ആ ദൃശ്യങ്ങൾ കാണാം. സ്കൂളിന് ഒരാൾ പൊക്കത്തിൽ തന്നെ എല്ലാ ക്ലാസ് മുറികളും, ഓഫീസ് ഉൾപ്പെടെ പൂർണ്ണമായും വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. വെള്ളം പൂർണ്ണമായി ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ കയറി സ്കൂൾ വൃത്തിയാക്കാൻ കഴിയുള്ളൂ. എങ്കിൽ മാത്രമേ സ്കൂൾ തുറന്ന് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. തൊട്ടടുത്തുള്ള ഈ വിളക്കിൻ്റെ കാല് നോക്കിയാൽ കാണാം. ഒരാൾ ഉയരത്തിൽ ഉള്ള വിളക്കിൻ്റെ കാലാണ്. ആ വിളക്കിൻ്റെ കാലിൻ്റെ മുകൾ വശം മാത്രമേ നമുക്കിപ്പോൾ വെള്ളത്തിന് മുകളിൽ കാണാൻ സാധിക്കുകയുള്ളൂ. അത്ര ഉയരത്തിലാണ് ഈ വെള്ളം ഇവിടെ നിറഞ്ഞു കിടക്കുന്നത്. സമീപത്തെ വീടുകളിലൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. ഇത് ചെലവൂർ ഡിവിഷനിൽ വെള്ളം കയറിയ വീടുകളൊക്കെ തന്നെ ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. പള്ളിത്താഴത്ത് മദ്രസയിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട്. അവിടേക്ക് തന്നെ ആളുകൾ, വീട്ടുകാരൊക്കെ തന്നെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പൂനൂർ പുഴയുടെ മറ്റ് ഭാഗങ്ങളിലും താഴ്ന്ന പ്രദേശത്തും സമാനമായ കാഴ്ച തന്നെയാണ് ഉള്ളത്. പല സ്ഥലത്തും വെള്ളം കയറി വെള്ളം ഇറങ്ങാതെ കിടക്കുകയാണ്. മഴ മാറിയെങ്കിലും വെള്ളക്കെട്ട് ഇതേ രീതിയിൽ തന്നെ തുടരുന്നു. ഇനിയും ഈ വെള്ളം ഈ രാത്രി കൂടി മഴ മാറി നിന്നാൽ മാത്രമേ നേരം വെളുക്കുമ്പോഴേക്കെങ്കിലും ഈ വെള്ളം പൂർണ്ണമായും വലിഞ്ഞ് അറബിക്കടലിലേക്ക് പോവുകയുള്ളൂ. എങ്കിൽ മാത്രമേ ഇത്തരത്തിൽ വെള്ളക്കെട്ടിൻ്റെ ഒരു ദുരിതം ഒഴിവായി കിട്ടുകയുള്ളൂ. ഇതൊക്കെ തന്നെ ഒരു താഴ്ന്ന പ്രദേശമാണ്. അതുകൊണ്ടാണ് വേഗത്തിൽ വെള്ളം കയറുന്നത്. ഇന്നലെ വയനാട് ഭാഗത്തൊക്കെ തന്നെ പെയ്ത ആ മഴവെള്ളമാണ് പൂനൂർ പുഴ വഴി ഒഴുകി വന്നിപ്പോൾ ഈ കോഴിക്കോട് നഗരത്തോട് ചേർന്ന താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെ ഇത്തരത്തിൽ വലിയ വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണമായിരിക്കുന്നത്. റോഷ്നി, ശരി, സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.